ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് മഹാനായ അയ്യങ്കാളിയെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള വെങ്ങാനൂർ ഗ്രാമത്തിൽ 1863 ആഗസ്റ്റ് 28-നാണ് മഹാനായ അയ്യങ്കാളി ജനിക്കുന്നത്. കേരളത്തിൽ അയിത്താചാരണത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് അയ്യങ്കാളിയാണ്. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നടത്തിയ പോരാട്ടം കേരള ചരിത്രത്തിൽ വേറിട്ടൊരു അധ്യായമാണ്. അന്തസ്ഥിത വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രക്ഷോഭ ഫലമായാണ് 1910 എല്ലാവർക്കും വിദ്യാഭ്യാസ പ്രവേശനം അനുവദിച്ച് രാജകീയ വിളംബരം ഉണ്ടായത്. അതിനെ തുടർന്ന് സവർണ സമൂഹം സടകുടഞ്ഞെഴുന്നേറ്റു. അന്തസ്ഥിത വിദ്യാർത്ഥികൾ പ്രവേശിച്ച പല സ്കൂളുകളും ചുട്ടുചാമ്പലാക്കി. തിരുവനന്തപുരം ജില്ലയിൽ കണ്ടറയിലും പത്തനംതിട്ടയിൽ ജില്ലയിൽ പുലാട്ടും അങ്ങനെ അഗ്നിനാളം വിഴുങ്ങിയ സ്കൂളുകളായി. തീവച്ച സ്കൂൾ എന്ന പേരിൽ പുല്ലാട് സ്കൂൾ പിന്നീട് ചരിത്രത്തിൽ ഇടം നേടി. പലയിടത്തും സ്കൂളുകൾ പൂട്ടിക്കിടന്നു. ഇതിനെതിരെ അയ്യങ്കാളി പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നു. ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ സർക്കാർ സ്കൂളിൻ്റെ വാതിലുകൾ ഓടാമ്പലിട്ട് പൂട്ടിയാൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ പണിക്കിറങ്ങില്ലെന്നും അവിടെ നെല്ലിനു പകരം മുട്ടിപ്പുല്ല് കിളർക്കുമെന്നും നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ചു നിന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആരും പണിക്കിറങ്ങിയില്ല. ഒട്ടിയ വയറും ഉജ്ജ്വല സ്വപ്നങ്ങളുമായി ഒരു വർഷം നീണ്ട നിന്ന സമരത്തിനൊടുവിൽ അയ്യങ്കാളിയുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയിലൂടെ വിദ്യാഭ്യാസ വിളംബരം സാർത്ഥമായി. പ്രഭുക്കൾക്ക് മാത്രം വില്ലുവണ്ടി ഉണ്ടായിരുന്ന കാലത്ത് തങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട പൊതുനിരത്തിലൂടെ വെള്ള ബനിയൻ ധരിച്ച് തലയിൽ പട്ടം കെട്ടി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് നാളുകളായി തുടർന്നു പോന്ന ജാതി വ്യവസ്ഥയെ അദ്ദേഹം വെല്ലുവിളിച്ചു. അയ്യങ്കാളിയുടെ പ്രക്ഷോഭത്തെ തുടർന്നാണ് തിരുവിതാംകൂറിൽ അടിസ്ഥാന വർഗ സഹോദരിമാർ മാറുമറയ്ക്കാൻ തുടങ്ങിയത്. കൊല്ലം പെരിനാട്ടിലെ മാടമ്പിമാർ ബലം പ്രയോഗിച്ച് അവരുടെ റവുക്കകൾ വലിച്ചു കീറി. മാരകായുധങ്ങൾ കൊണ്ട് മാറുകീറി വ്രണപ്പെടുത്തി. പ്രതിരോധിക്കാനും പ്രത്യാക്രമിക്കാനും അവരും തയ്യാറായി. രക്തപങ്കിലമായ കലാപത്തെ തുടർന്ന് നാടും വീടും വിട്ട് ദലിതർ കൊല്ലം പീരങ്കി മൈതാനത്ത് എത്തിച്ചേരാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. നോട്ടീസോ മൈക്കോ അനൗൺസ്മെൻറ്റോ ഇല്ലാതെ കാതോട് കാതോരം കേട്ടറിഞ്ഞ് 10,000 മൈതാനത്തെത്തി. തുടർന്ന് നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് അധസ്ഥിത സഹോദരിമാർ കല്ലുമാല ഉപേക്ഷിക്കണമെന്ന് അയ്യങ്കാളി ആവശ്യപ്പെട്ടു. അടിമത്തത്തിൻ്റെ അടയാളം അറുത്തെറിയുവിൻ എന്ന അയ്യങ്കാളിയുടെ ഇടിമുഴക്കം പോലുള്ള വാക്കുകൾ കേട്ട സഹോദരിമാർ പിന്നിൽ തിരുകിയിരുന്ന കൊയ്ത്തരിവാൾ എടുത്ത് അവരവരുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന കല്ലുമാലകൾ അറുത്തെടുത്ത് സ്റ്റേജിലിട്ടു. 4 അടി ഉയരത്തിൽ കല്ലുമാല കൂമ്പാരം. ഇംഗ്ലണ്ടുകാരനായ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ജനറൽ ബേഡൻ ദിവാൻ പി രാജഗോപാലാചാരിയെ കാണാൻ എത്തിയത്. ബ്രിട്ടൻ്റെ മറ്റൊരു കോളനിയായ സിലോണിലെ തോട്ടത്തിൽ പണി ചെയ്യുന്നതിന് തിരുവിതാംകൂറിൽ നിന്ന് പുലയരെ കൊണ്ടുപോകേണ്ടതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന അഭ്യർത്ഥനയുമായാണ്. അയ്യങ്കാളിയുടെ സമ്മതമില്ലാതെ അവരാരും തിരുവിതാംകൂർ വിട്ടു പോകില്ലെന്ന് ദിവാന്റെ അഭിപ്രായത്തെ തുടർന്നാണ് ജനറൽ ബേഡൻ അയ്യങ്കാളിയെ കാണാൻ വെങ്ങാനൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയത്. കമ്മീഷണറോട് അയ്യങ്കാളി ചോദിച്ചു, സിലോണിലെത്തുന്നവർക്ക് വീട്, ആഹാരം, വസ്ത്രം, മരുന്ന്, ന്യായമായ വേതനം, അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിന് എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ താങ്കളെന്ന്? അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നുള്ള സർക്കാർ ഉത്തരവ് താങ്കളുടെ കൈവശമുണ്ടോ എന്ന അയ്യങ്കാളിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ആ ഉദ്യോഗസ്ഥൻ മടങ്ങിപ്പോയി. 1905 അയ്യങ്കാളി സാധു ജനപരിശീലന സംഘം രൂപീകരിച്ചത്. 1905 അയ്യങ്കാളി സാധുജന പരിശീലന സംഘം രൂപീകരിച്ചത്. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പിട്ടത്. മഹാരാജാവിനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനെത്തിയ ഗാന്ധിജി ഇതിനും പിന്നിലെ അയ്യങ്കാളിയുടെ പ്രവർത്തനം മനസ്സിലാക്കി അദ്ദേഹത്തെ വെങ്ങാനൂരിൽ ചെന്ന് കണ്ടു. 1937 ജനുവരി 14 ആ കൂടിക്കാഴ്ച. നേരം കൊണ്ട് ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. അവരുടെ കണ്ണനാളങ്ങളിൽ നിന്നുയർന്ന അയ്യങ്കാളി യജമാനൻ കി ജയ് എന്ന മുദ്രാവാക്യം കേട്ട് ഗാന്ധിജി ഹർഷപുളകിതനായി. ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മഹാദേവ ദേശായിയുടെ എപ്പിക് ഓഫ് ട്രാവൻകൂർ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്ര മുഹൂർത്തത്തെ ഗാന്ധിജി പറഞ്ഞതായി പ്രതിപാദിക്കുന്നു. പുലയ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്ന അയ്യങ്കാളിയിൽ
അക്ഷീണനായ ഒരു പ്രവർത്തകനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥിരമായ പുരോഗതി പ്രാപിച്ചു വരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. നിസ്വാർത്ഥ സേവനം കൊണ്ട് കേരളത്തെ നവീകരിച്ച മഹാനായ അയ്യങ്കാളി 1941 ജൂൺ 18 അന്തരിച്ചു.